അനാഥാലയത്തിൽ വെച്ച് മരിച്ച വയോധികന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിപ്പോയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കളക്ടർ. തൃശൂർ അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി 79-കാരൻ പ്ലാക്കൻ തോമസിന്റെ മൃതദേഹമാണ് വീട്ടിൽ കയറ്റാനാകാതെ പുറത്ത് കിടത്തേണ്ടി വന്നത്. തോമസും ഭാര്യ റോസിലിയും മാസങ്ങളായി വ്യത്യസ്ത അനാഥ മന്ദിരങ്ങളിലാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് തോമസും ഭാര്യ റോസിലിയും അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവരെ മണലൂരിലും കാരമുക്കിലുമുള്ള അനാഥ മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ്. ബുധനാഴ്ച പുലർച്ചെ മണലൂരിലുള്ള അനാഥാശ്രമത്തിൽ വെച്ച് തോമസ് മരിച്ചു. മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് കൈപ്പള്ളിയിലുള്ള വീട്ടിലെത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിയിട്ട് സ്ഥലം വിട്ടതായി നാട്ടുകാർ പറഞ്ഞു. തോമസിന്റെ ഭാര്യയും മകളും ബന്ധുക്കളുമടക്കം വീട്ടുമുറ്റത്ത് മൃതദേഹവുമായി 6 മണിക്കൂറോളം ഇരുന്നു. മകനുമായി പലരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതോടെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ എറവ സെന്റ് തെരേസാസ് കപ്പൽ പള്ളി സെമിത്തേരിയിലെത്തിച്ച് തോമസിന്റെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിച്ചു. സംഭവത്തിൽ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൈരളി ന്യൂസ്, തൃശൂർ.